കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചേച്ചി എൻ്റെ ഒ പിയിൽ വരുവാൻ ഇടയായി തീർന്നു. ആ ചേച്ചി നിറകണ്ണുകളോടെയാണ് വന്നത്. ആ ചേച്ചിക്കുണ്ടായിരുന്ന ലക്ഷണങ്ങൾ എപ്പോഴും സങ്കടം, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനോടൊരു താല്പര്യമില്ല, എപ്പോഴും ക്ഷീണം, കോൺഫിഡൻസ് ഇല്ല, അറ്റൻഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല, ഉറക്കമില്ല, വിശപ്പില്ല, അങ്ങനെ പല സിംറ്റംസും ചേച്ചി പറഞ്ഞു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ചേച്ചിയുടെ ഹസ്ബൻഡ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മരിച്ചുപോയെന്നു. ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരിൽ ഒരു സെൻറ്റൻസിനെ വളരെയധികം ടച്ച് ചെയ്യാനിടയായി തീർന്നു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചേച്ചി പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ ഹസ്ബൻഡ് കിടപ്പായിരുന്നെങ്കിലും മതിയായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നല്ലോ. പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ആ ചേട്ടൻ മരിച്ചുപോയത്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ കിടപ്പായിരുന്നെങ്കിലും മതിയായിരുന്നു, പക്ഷെ അദ്ദേഹം എൻ്റെ കൂടെ ജീവനോടെ ഉണ്ടായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ളവർക്ക് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിനും സമയമില്ല. എല്ലാവരും തിരക്കേറിയവരാണ്. ജോലിയുടെ, പണത്തിൻ്റെയും പ്രശംസയുടെ ഒക്കെ പുറകിൽ പോകുന്നവരാണ് എല്ലാവരും. പക്ഷേ നമ്മുടെയൊക്കെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ അവരുമായി കുറച്ച് സമയം നമ്മൾ ഡെയിലി പങ്കുവയ്ക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും ഏറ്റവും വലിയ നേട്ടമായിരിക്കും. ഇത് നിങ്ങൾ ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും. നമുക്കറിയാം, ഓക്സിറ്റോസിൻ ഇറ്റ്സ് എ ലവ് ഹോർമോൺ. എങ്ങനെയാണ് ഈ ലവ് ഹോർമോൺ വരുന്നത് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, അവരെ ഒന്ന് തലോടുമ്പോൾ, നമ്മുടെ പെറ്റ്സിനായിട്ട് നമ്മൾ സമയം സ്പെൻഡ് അവരെ ഒന്ന് തലോടുമ്പോൾ ഈ ഹോർമോൺ നമ്മളിലേക്ക് ഒരുപാട് കൂടും. അതുമൂലം നമുക്ക് ജീവിതത്തിൽ സന്തോഷമായിരിക്കുവാൻ സാധിക്കും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഒരു സന്തോഷമേറിയ ജീവിതം നമുക്ക് എന്നും ഉണ്ടാവും. നന്ദി, നമസ്കാരം.